അലിവമ്മ അലിവമ്മ അമൃതമ്മ. ഇന്ന് നമ്മളിൽ ആഗ്രഹങ്ങൾ മാത്രമാണ് ഉള്ളത്. അവ സഫലീകരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച് ഒടുവിൽ ലഭിക്കാതെ വരുമ്പോൾ ദുഃഖിച്ച് സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മനസമാധാനമാണ് നമുക്ക് ആവശ്യം. അതാണ് ഏറ്റവും വലിയ ധനം. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ വാക്കുകൾ നമ്മുടെ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. ശ്രീരാമ ജയ ശ്രീരാമ. കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമുള്ള മീനച്ചൽ താലൂക്കിലെ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ തരംതിരിച്ചിട്ടുണ്ട്. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. കിഴക്കോട്ട് ദർശനമായി ശ്രീരാമൻ പ്രധാന ദേവനാണ്. 4 കൈകളുള്ള ചതുർബാഹു എന്ന രൂപത്തിലാണ് ക്ഷേത്രം. ശ്രീരാമനെ കൂടാതെ ക്ഷേത്രത്തിൽ മറ്റു ഉപദേവതകളുമുണ്ട്. ശ്രീകോവിലിന് തെക്ക് ഭാഗത്തായി ശാസ്താവിന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ആരാധനാലയങ്ങളുണ്ട്. ഭദ്രകാളി, ഗണപതി, ഹനുമാൻ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരുടെ ആരാധനാലയങ്ങളും ഈ സമുച്ചയത്തിലുണ്ട്. ശ്രീരാമനാമം ജപിക്കാം, ശ്രീരാമപാദം നമിക്കാം. കർക്കിടക മാസത്തിൽ നടത്തുന്ന നാലമ്പല ദർശനം പുണ്യമാണെന്ന് വിശ്വാസം. ധാരാളം ഭക്തജനങ്ങൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തി സായുജ്യമടയാറുണ്ട്. അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിനായി ഇവിടെയെത്തി. പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതേസമയം ജ്യേഷ്ഠനെ കാണാതെ അന്വേഷിച്ചെത്തിയ ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും രാമപുരത്ത് വെച്ച് ജ്യേഷ്ഠനെ കാണുകയും തങ്ങൾ ജ്യേഷ്ഠനോടൊപ്പം വസിക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ അപേക്ഷ കൈക്കൊണ്ട ശ്രീരാമൻ അവരവർക്കിഷ്ടമുള്ള സ്ഥലത്ത് വസിച്ചുകൊള്ളാൻ അനുവാദം നൽകി. അങ്ങനെ കൂടപ്പുലത്ത് ലക്ഷ്മണനും അമനകരയിൽ ഭരതനും മേദിരിയിൽ ശത്രുഘ്നനും വാസമുറപ്പിച്ചു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ 4 ക്ഷേത്രങ്ങളെയും ബന്ധിപ്പിച്ച് നാലമ്പല ദർശനം നടത്തിവരുന്നു എന്നതാണ് ഐതിഹ്യം. ശംഖു ചക്ര ഗദ പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത്. പട്ടാഭിഷേക സമയത്തെ ഭാവത്തിൽ പ്രതിഷ്ഠ നിലകൊള്ളുന്നതിനാൽ ഭഗവത് ദർശനം സർവ്വ ഐശ്വര്യപ്രദായകമാണെന്ന് പറയപ്പെടുന്നു. ശ്രീരാമപാദം നമിക്കാം. നാലമ്പലത്തിന് പുറത്തു വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഭദ്രകാളി ക്ഷേത്രം കാണാം. ഉപദേവതയാണ് ഭഗവതി. വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിൽ ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും കുടികൊള്ളുന്നു. ഇതിനു സമീപത്താണ് ഹനുമാൻ സ്വാമിയുടെ നടയുള്ളത്. ശ്രീരാമദേവന് വഴിപാട് കഴിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് കൂടി വഴിപാട് നടത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ എന്നും പറയപ്പെടുന്നു. ശ്രീരാമനാമം ജപിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് സാമാന്യമായി ശ്രദ്ധിക്കാനാണ് നമ്മൾ ആരംഭിക്കുന്നത്. രാമായണം രാമൻ്റെ അയനമാണ്. അയനം ഗമനം, സഞ്ചാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സഞ്ചാരം എന്നതുകൊണ്ട് ജീവചരിത്രമാണ് ഉദ്ദേശിക്കുന്നത്. രാമായണം രാമൻ്റെ ജീവചരിതം. രാമൻ, ശ്രീരാമചന്ദ്രൻ എവിടെ, എങ്ങനെ, എന്തിന് ജനിച്ചു, അനന്തരം എന്തെല്ലാം ചെയ്തു, എങ്ങനെ തൻ്റെ ലീലകളെല്ലാം ആടിത്തീർത്ത് തിരികെ പോയി, അതുവരെയുള്ള ജീവചരിതമാണ് രാമായണം. രാമൻ്റെ ചരിതം എന്ന പോലെ തന്നെ രാമയുടെ ചരിതവുമാണ് രാമായണം. രാമസ്യ അയനമെന്നും രാമായാഹ അയനമെന്നും പറയാം. അപ്പോൾ രാമ സീത, സീതയുടെ അയനമാണ്. എന്താണ് ഈ രാമൻ്റെയും സീതയുടെയും അയനത്തിൻ്റെ വിശേഷം? മറുപടി വളരെ ലളിതമാണ്. അത് ധർമ്മവ്യാഖ്യാനമാണ്. സ്വജീവിതത്തിലൂടെ എന്താണ് ധർമ്മമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് രാമായണം. അങ്ങനെയുള്ള രാമായണം ആദി കവിയായ വാൽമീകി മഹർഷി സുമനോഹരമായി ലോകത്തിലെ ആദി കാവ്യമായി നമുക്ക് വേണ്ടി വിരചിച്ചു തന്നു. 7 കാണ്ഡങ്ങളിൽ 24,000 ഗ്രന്ഥങ്ങളിലായിട്ട് ആ വാൽമീകീയമായ രാമായണം ആദി കാവ്യം എന്ന പോലെ ആദ്യ ഇതിഹാസവുമാണ്, ധർമ്മവ്യാഖ്യാനമാണ്. ലോകത്തിൽ ഏത് കാലം വരെ പർവ്വതങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുമോ അക്കാലം വരെ പ്രചരിക്കുന്നതാണ്. സർവലക്ഷണയുക്തം. ഈ ഒരു വാൽമീകീയ രാമായണത്തെ അധികരിച്ച് എത്രയെത്ര രാമായണങ്ങളുണ്ടായി, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പുരാണത്തിൻ്റെ ഭാഗമായിട്ടും മഹാഭാരത ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ രാമചരിതം പുനരാഖ്യാനം ചെയ്യപ്പെട്ടു. കാളിദാസൻ, ഭവഭൂതി എന്ന് വേണ്ട എത്രയെത്ര മഹാകവികളുടെ ഭാവനാവിലാസങ്ങളെ തട്ടി ഉണർത്തി രാമായണം. അപച്യമാണ് ആ മഹിമ. ആ കൂട്ടത്തിൽ വ്യാസഭഗവാൻ പുരാണങ്ങളിൽ പലയിടത്തും രാമചരിതത്തെ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്നതാണ്
7 കാണ്ഡങ്ങളിലായി 64 സർഗങ്ങളിലായി 4200 ശ്ലോകങ്ങളിലായി അധ്യാത്മരാമായണം എന്ന രാമചരിതം. അധ്യാത്മരാമായണം കൂടാതെ സംസ്കൃത വാങ്മയത്തിൽ തന്നെ ഒട്ടനവധി രാമായണങ്ങളുണ്ട്. അനേകം ആനന്ദരാമായണവും അദ്ഭുത രാമായണവും ആശ്ചര്യരാമായണവും അങ്ങനെ. ഇനി വ്യത്യസ്ത പ്രാദേശിക ഭാഷകളിൽ അതത് ഭാഷയെ പോഷിപ്പിച്ചുകൊണ്ട് എത്ര രാമായണങ്ങളാണ് രചിക്കപ്പെട്ടത്. ഈ വിവിധങ്ങളായ രാമായണങ്ങളിൽ ഏറ്റവും പ്രാമാണികമായി നമ്മൾ മാനിക്കുന്നത് നിസ്സംശയം പറയാം വാൽമീകീയ രാമായണമാണ്. എന്നാൽ അതിന് തൊട്ട് പിന്നിലായി അതോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് അധ്യാത്മരാമായണം. ഇതിൽ വാൽമീകി രാമായണത്തിൽ ധർമ്മവിഗ്രഹമായ രാമൻ്റെ മനുഷ്യഭാവത്തെയാണ് വാൽമീകി മഹർഷി ഏറെ വർണ്ണിച്ചത്. തീർച്ചയായിട്ടും ഈശ്വരഭാവത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അത് പ്രായേണ ഗൂഢമാക്കി വെച്ചു, ഗുപ്തമാക്കി വെച്ചു. സ്പഷ്ടമാക്കിയത് രാമൻ്റെ മാനുഷഭാവത്തെയാണ്. അതുകൊണ്ട് അവതാരവർണ്ണന പൂർണ്ണമാവില്ല. അവതാരവർണ്ണന പൂർണ്ണമാവണമെങ്കിൽ മാനുഷഭാവത്തോടൊപ്പം ഈശ്വരഭാവം വർണ്ണിക്കപ്പെടണം. ഇതാണ് അധ്യാത്മരാമായണത്തിൽ ചെയ്യുന്നത്. അധ്യാത്മരാമായണത്തിൽ രാമൻ്റെ മാനുഷഭാവമുണ്ട്, എങ്കിലും അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് രാമൻ്റെ ഈശ്വരഭാവത്തിനാണ്. അതുകൊണ്ട് തന്നെ രാമായണം പൂർണ്ണമാവണമെങ്കിൽ ഈ 2 രാമായണങ്ങളെയും ചേർത്ത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇനി മറ്റു വലിയൊരു മഹിമ അധ്യാത്മരാമായണത്തിനുള്ളത്, വാൽമീകി മഹർഷി നമ്മുടെ മുമ്പിൽ ധർമ്മവിഗ്രഹമായ രാമൻ്റെ ജീവിതത്തെ വരച്ചു വെച്ചു, ഉത്തമ ധർമ്മ മാതൃകയായിട്ട്. അവിടെ ധർമ്മവിഗ്രഹമാണ് രാമൻ. പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതെ, പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ പകച്ചു പിന്മാറാതെ, പ്രലോഭനങ്ങളിൽ പതറി വീഴാതെ ധർമ്മമാചരിച്ച മഹാൻ. പക്ഷേ ആ ഒരു രാമൻ്റെ ചരിതം ലഭിച്ചതുകൊണ്ട് മാത്രം ജനസാമാന്യത്തിന് ധർമ്മം ആചരിക്കാൻ പൂർണ്ണമായി കഴിയില്ല. രാമന് കഴിഞ്ഞു, നമുക്കൊക്കെ കഴിയോ? അവിടെയാണ് ഭക്തിയുടെ, ഉദാത്തമായ ഭക്തിയുടെ, നമ്മുടെയൊക്കെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കുന്ന ഭക്തിയുടെ പ്രാധാന്യം വരുന്നത്. ഭക്തിഭാവം ഉള്ളിലുണ്ടെങ്കിൽ ധർമാചരണം എളുപ്പം സാധിക്കും. അപ്പം ധർമ്മത്തോടൊപ്പം ഭക്തിയുടെ മാഹാത്മ്യത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ഭക്തിയുടെ സന്ദേശങ്ങളെ നൽകിക്കൊണ്ട് ഉത്തമമായ ഒരു ഭക്തിശാസ്ത്രമായിട്ട്, അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായൊരു വേദാന്ത ശാസ്ത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണത്തെ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വാത്മീകത്തിലേക്ക് സ്വാഗതം. മുഴുവൻ പ്രേക്ഷകർക്കും ഒരു അനുഗ്രഹീതമായിട്ടുള്ള രാമായണ മാസക്കാലം ആശംസിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസക്കാലം അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിനാണ് പ്രാധാന്യം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഒരു സന്ദർഭത്തിൽ വനവാസത്തിന് പോവാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീരാമൻ സീതയെ കൊണ്ടുപോവാതിരിക്കുന്ന സമയത്ത് സീതാദേവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാമായണങ്ങൾ പലതുണ്ട് കവിവരർ ആമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയെ കൂടാതെങ്ങ് രഘുവരൻ കാനനവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടു. പലവിധം രാമായണങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ.
എന്നാൽ അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും മൂലസ്രോതസ് എന്ന് പറയുന്നത് സാക്ഷാൽ വാത്മീകി മഹർഷിയാൽ രചിതമായിട്ടുള്ള മൂല രാമായണം തന്നെയാണ്, അല്ലെങ്കിൽ വാത്മീകി രാമായണം തന്നെയാണ്. വാത്മീകി രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള ആദികവിയായിട്ടുള്ള രാമായണത്തിന്റെ പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും ഒരുപോലെ സംഭാവന ചെയ്ത വാത്മീകി മഹർഷിയെ കുറിച്ചാണ് വാത്മീകത്തിന്റെ ഈ 1-ാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത്. വാത്മീകി മഹർഷിയുടെ ചരിത്രം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം പ്രജേതസ്സുകളുടെ പുത്രനാണ് എന്ന് പറയപ്പെടുന്നു. ചെറുപ്പത്തിൽ വഴിതെറ്റി വനവാസികളായിട്ടുള്ള കാട്ടുകൊള്ളക്കാരുടെ അടുത്ത് എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കാട്ടുകൊള്ളക്കാരനായി മാറുന്നു. നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളെ അദ്ദേഹം കൊള്ളയടിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന് കൊള്ളയടിക്കാനായി മുമ്പിൽ കിട്ടിയത് സാക്ഷാൽ സപ്തർഷികളെ ആയിരുന്നു. അവരുടെ ഒരു ചോദ്യം, താങ്കൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം പരിണിത ഫലം, കർമ്മഫലം അനുഭവിക്കാൻ താങ്കളുടെ കുടുംബവും തയ്യാറാണോ എന്നൊന്ന് അന്വേഷിച്ചു വരൂ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് രത്നാകരനിൽ നിന്ന് വാത്മീകിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. വാത്മീകിയുടെ പൂർവ്വരൂപമായിട്ടുള്ള രത്നാകരന്റെ മുഖത്ത് നോക്കി രത്നാകരന്റെ ഭാര്യ പറയുന്ന ആ വാചകം, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്നാണ്. തന്റെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ രത്നാകരൻ സപ്തർഷികളെ നമസ്കരിക്കുകയും തന്റെ പാപങ്ങൾ വിട്ടുമാറുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വന്തം നാക്കുകൊണ്ട് രാമനാമം പറയാനുള്ള പുണ്യം പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ മഹർഷിമാർക്ക് സാധിച്ചില്ല. അവർ കണ്ടിരുന്ന ചില മരങ്ങൾ നോക്കി മര എന്ന ശബ്ദം ഉച്ചരിക്കാൻ അദ്ദേഹത്തോട് പറയുകയും അത് കാലക്രമേണ രാമ എന്ന രാമനാമമായി മാറുകയും ചെയ്തു എന്നാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സമയം തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി രാമനാമത്തിൽ ഉപാസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു ചിതൽപുറ്റ്, ഒരു വാത്മീകം വന്നുവെന്നും ആ തപസ്സിന്റെ അവസാനം ഈ വാത്മീകം പൊളിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന രത്നാകരൻ എന്ന് പൂർവ്വനാമമുള്ള ആ മഹർഷിയാണ് പിന്നീട് വാത്മീകി മഹർഷി എന്ന പേരിൽ അറിയപ്പെടുകയും രാമായണമായിട്ടുള്ള ആദികാവ്യം നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് അമ്പേറ്റ് വീണ സമയത്ത് ആ വേടനെ നോക്കി മാനുഷാദ പ്രതിഷ്ഠത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ നിന്നാണ് രാമായണത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നു. എല്ലാ സമയവും അടിച്ചമർത്തപ്പെട്ടവരുടെ, അവശരായിട്ടുള്ള ആളുകളുടെ, സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വാത്മീകിയെ നമുക്ക് കാണാൻ സാധിക്കും. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ അഭയം നൽകുന്നത് വാത്മീകി മഹർഷിയാണ്. സീത ജന്മം നൽകുന്ന രാമന്റെ മക്കളായ ലവനും കുശനും ആദ്യ വിദ്യാഭ്യാസം നൽകുന്നത് വാത്മീകി മഹർഷിയാണ്. അധ്യാത്മരാമായണത്തിൽ വനവാസകാലത്ത് സീതാരാമന്മാർ വാത്മീകി മഹർഷിയുടെ ആദിത്വം സ്വീകരിച്ചതായി പറയുന്നു. ഇങ്ങനെ രാമായണത്തിന്റെ നിരവധി സന്ദർഭങ്ങളിൽ ഒരു കഥാപാത്രമായും ഒരേ സമയം രാമായണ കർത്താവായും ശോഭിക്കുന്ന ആ വാത്മീകി മഹർഷി സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് കാട്ടാളനിൽ നിന്ന് അറിവിന്റെ ഏറ്റവും പരകോടിയിലേക്ക് കയറിയ ആ വാത്മീകി മഹർഷിയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ രാമായണ മാസം നമുക്ക് ഏറ്റവും സമുചിതമായി തന്നെ ആചരിക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ വാത്മീകി മഹർഷിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നാം എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ പ്രത്യേകിച്ച് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഏതൊക്കെ അധാർമിക രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാലും, എത്രയൊക്കെ പാപബോധം നമ്മളിൽ ഉണ്ടായാലും, ഒരു സത്സംഗം കൊണ്ട്, നോക്കൂ, രത്നാകരന് സത്സംഗം കൊണ്ടാണ് വാത്മീകിയായി മാറാൻ സാധിച്ചത്. അതുപോലെ സത്സംഗം കൊണ്ട് നമ്മുടെ പാത അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം. ഏറ്റവും മോശം പാതയിൽ സഞ്ചരിച്ചിട്ടും രാമ എന്ന മഹാനാമത്തിന്റെ മാത്രം മഹത്വം കൊണ്ട് കാട്ടാളനിൽ നിന്ന് ആദി കവിയായി മാറാൻ രത്നാകരന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾക്ക് ഓരോരുത്തർക്കും നാം സഞ്ചരിക്കുന്ന പാത എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സത്സംഗം കൊണ്ടും നാമമഹിമ കൊണ്ടും നമ്മുടെ പാത ധർമ്മത്തിലേക്ക് തിരിക്കാനും നമ്മുടെ ജീവിതം ശാശ്വതമാക്കി മാറ്റാനും സാധിക്കും എന്ന് വാത്മീകി മഹർഷിയുടെ ചരിത്രം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്നു. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദാ. ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പരമാനന്ദമൂർത്തേ, അങ്ങയ്ക്ക് പ്രണാമം. പ്രണാമം പ്രണാമം.
ബ്രഹ്മദേവനും സദാശിവനായ സംഹാരമൂർത്തിക്കും ഭൂമി ദേവിക്കും പ്രണാമം. നമ്മെ സ്തുതിക്കാൻ ദർശിക്കാൻ ഭവാന്മാർ ഒരുമിച്ചെത്തിയതിൻ്റെ കാരണമറിയിച്ചാലും? എല്ലാത്തിനും കാരണനായ അങ്ങറിയാതെ ഈ മഹാവിശ്വത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ. എങ്കിലും പറയാം. പൗലസ്ത്യപുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം 3 ലോകങ്ങളും നാശത്തോടടുക്കുകയാണ്. ഇന്ദ്രനെ ബന്ധിച്ച് അവൻ സ്വർലോകം കൈയടക്കി. യോഗസിദ്ധി കൈവരിച്ച ഋഷിമാരെ പോലും കൊന്നു ഭക്ഷിക്കുന്നു. പ്രപഞ്ചത്തിൽ ധർമ്മമില്ലാതെയായി ഭഗവാനെ. മര്യാദ എന്നത് കേൾക്കാതെയായി. അതേ ബ്രഹ്മദേവ, വരലബ്ധിയിൽ അഹങ്കരിക്കുകയാണ് രാവണൻ. വരദാതാവായ അങ്ങു തന്നെ പറയൂ, എന്താണ് അവന്റെ മോക്ഷമാർഗം? ഈ ദുഷ്ടനിൽ നിന്നും പ്രപഞ്ചത്തിനുള്ള മുക്തിമാർഗം പറയൂ ബ്രഹ്മദേവ. ദേവദാനവ യക്ഷ കിന്നരാദികൾക്കൊന്നും അവനെ വധിക്കാനാവില്ല മഹാത്മൻ. മനുഷ്യനാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ എന്നവൻ വരം നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരമുണ്ടെങ്കിലും കേവലനായ ഒരു മനുഷ്യന് രാവണ നിഗ്രഹം സാധ്യമല്ല പ്രഭു. അതെ, മനുഷ്യജന്മം കൈകൊള്ളുന്ന ഒരു അതിമാനുഷ്യന് മാത്രമേ രാവണ നിഗ്രഹം സാധ്യമാകൂ. അതുകൊണ്ട് അങ്ങു തന്നെ മനുഷ്യജന്മമെടുത്ത് ഭൂമിയിൽ അവതരിച്ച് രാവണ നിഗ്രഹം സാധ്യമാക്കണം എന്നാണ് അപേക്ഷ. തീർച്ചയായും ബ്രഹ്മദേവ. അധർമ്മം തലപൊക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്ത് ധർമ്മ സംസ്ഥാപനം നടത്തുക നമ്മുടെ കർത്തവ്യമാണ്. നാം അത് അനുഷ്ഠിച്ചിരിക്കും. ആ കർത്തവ്യ നിർവഹണത്തിൽ അങ്ങൊരിക്കലും ഉപേക്ഷ കാണിക്കില്ലെന്നറിയാം. എങ്കിലും അപേക്ഷിക്കുകയാണ്, എത്രയും വേഗം ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തി ഭൂഭാരം ശമിപ്പിക്കാൻ കഴിവുണ്ടാകണം. അതേ ദേവി, നമ്മുടെ അവതാരം ഉടനുണ്ടാകും. നമ്മെ പുത്രനായി ലഭിക്കുന്നതിനു വേണ്ടി കശ്യപ പ്രജാപതി മുമ്പ് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. മുനിയുടെ ഇംഗിതം നാം അംഗീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇന്ന് ഭാരതഖണ്ഡത്തിലെ അയോധ്യ രാജ്യത്ത് ദശരഥ നാമത്തിൽ ജന്മമെടുത്തിട്ടുണ്ട്. കശ്യപ പത്നിയായ അതിഥി കൗസല്യാദേവിയായും ജനിച്ചിരിക്കുന്നു. രാവണ നിഗ്രഹം എന്ന അവതാര ലക്ഷ്യത്തോടെ നാം അവരുടെ പുത്രനായി ജന്മമെടുക്കും. ആ സമയത്തു തന്നെ ലക്ഷ്മി ദേവി സ്വയംഭൂവായി വന്ന് ജനക മഹാരാജാവിൻ്റെ വളർത്തുമകളായി മിഥിലയിൽ വളരും. ജനകാത്മജയായ ആ യോഗമായ ദേവിയിലൂടെ രാവണ നിഗ്രഹത്തിന് വഴി തെളിയും. ഉചിതമായ സമയത്ത് രാവണനെ നിഗ്രഹിച്ച് നാം ഭൂഭാരം ശമിപ്പിക്കും. ഭൂമിദേവിക്കും സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ. ദേവി, ദുഃഖം വെടിഞ്ഞാലും ആദിയും അവസാനവും ഇല്ലാത്ത ആ നാരായണൻ രാവണ നിഗ്രഹം നടത്തി പ്രപഞ്ചത്തെ രക്ഷിക്കും. ആ ധർമാനുഷ്ഠാനത്തിൽ ഭഗവാൻ നാരായണനെ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കും. ആത്യന്തികമായി ഭൂഭാരം ഒഴിയും. ശാന്ത മനസ്സോടെ മടങ്ങാം.